നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് ആദ്യം തന്നെ കളിക്കളത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഒരു ന്യൂസ് അവറുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ന്യൂസ് അവറിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ നിങ്ങൾക്ക് കണ്ടതുപോലെ ന്യൂസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ന്യൂസിനു വേണ്ടിയിട്ട് നിങ്ങളുടെ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ ന്യൂസ് അത്തരത്തിലുള്ള ന്യൂസ് എന്തെങ്കിലും നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ അപ്പോഴും ഞങ്ങൾ വീണ്ടും അറിയിക്കുക. പ്രധാന വാർത്തകൾ. അയ്യോ നിരഞ്ജോ, പ്രധാന വാർത്തകൾ എഴുതിയിട്ടില്ലല്ലോ ഇതിനകത്ത്. പ്രധാന വാർത്തേൻ്റെ പേപ്പർ എവിടെ? ഇതിനകത്തില്ല. ഇന്നത്തെ പ്രധാന വാർത്തേൻ്റെ ഇതിനകത്തില്ല. ഇതിപ്പോൾ എങ്ങനെ വായിക്കും? സച്ചുവിൻ്റെ അടുത്ത് കൊടുത്തു വിടത്. ഉണ്ടല്ലോ, ലൈവാണ് ഇതിൽ ഇപ്പുറത്തെ. പ്രധാന വാർത്തകളിൽ ആദ്യം തന്നെ പ്രധാനപ്പെട്ട വാർത്തകളെയാണ് പ്രധാന വാർത്തകൾ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം തന്നെ ഇന്ന് പ്രധാന വാർത്തകളാണ്. റാസൽ ഖൈമയിലും ഉമ്മൽഖോയിലും ഉള്ള ഏരിയയിൽ ചെറുതായിട്ടുള്ള മഴ രേഖപ്പെടുത്തിയിരുന്നു. മഴ ഞാനും കൊണ്ടിരുന്നു, മഴക്ക് ഞാനുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കറിയാം മഴ നല്ലതാണ്, മഴയുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു വാർത്തകൾ ആകെ ഇതിനകത്ത് 2 വാർത്തയുള്ളൂ. ഇത് 8 വേണ്ടത് 8 പറഞ്ഞിരുന്നു ഇതിനകത്ത്. നിങ്ങളത് എഴുതണ്ടായിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു വാർത്തകൾ ഈ മാസം 25-ാം തീയതി നടക്കുന്ന, അതായത് അടുത്ത മാസം ഒക്ടോബർ മാസം 25-ാം തീയതി നടക്കുന്ന നിരഞ്ജ, ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ കസിൻ്റെ ഇത് മാമൻ്റെ മോളുടെ ഇത് നൂലിട്ടല്ലേ, ഇതെന്തിനകത്ത് ഇതിരിക്കുന്നത്? ഇത് പ്രധാന വാർത്തയല്ല. അയ്യോ, നിരഞ്ജൻ്റെ കസിൻ്റെ കൊച്ചിൻ്റെ 28 കെട്ട്. ഇതെന്താ ഇത് പ്രധാന വാർത്തേൻ്റെ സാധനമല്ലേ ഇത്? ഓക്കെ, ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് അങ്ങ് അടിക്കാം. ഓക്കെ, അപ്പോൾ വിളിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിലുള്ള ന്യൂസുകൾ നമ്മളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ന്യൂസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 0423822491 എന്നുള്ള നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നിങ്ങൾക്കൊരു തുറന്ന സംവാദത്തിന് താല്പര്യമുണ്ടോ? നിങ്ങൾക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0423834491 എന്നുള്ള നമ്പറിലാണ്. 2491 എന്നുള്ള നമ്പറിലാണ്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം സംവാദത്തിൽ ഏർപ്പെടാം. ഇനി തുറന്ന ഒരു ചർച്ചയിലേക്കാണ് നമ്മുടെ ന്യൂസ് അവേഴ്സ് പോകുന്നത്. ന്യൂസ് അവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ തുറന്ന ചർച്ചയാണ്. ആ തുറന്ന ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 0423822491 എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മറ്റു പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം തിങ്കളാഴ്ചയായും നാളെ ചൊവ്വാഴ്ചയായും മറ്റന്നാൾ ബുധനാഴ്ചയായും ആഘോഷിക്കും എന്നുള്ളതാണ്. പിന്നൊരു പ്രധാന വാർത്തകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റന്നാൾ ബുധനാഴ്ച എന്നുള്ളത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സ്കൂൾ ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മഴയോ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിക്കാതെ നിങ്ങളുടെ വീട്ടിൽ തന്നെ വിളിച്ചുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടി. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി നാളെയും മറ്റന്നാളും ഈ ഭരണം കഴിയുന്നവരെ മുഖ്യമന്ത്രി തന്നെയായിരിക്കും എന്നുള്ള ഒരു ന്യൂസ് കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് അറിയേണ്ടത് മറ്റ് പ്രധാനപ്പെട്ട നമ്മുടെ ന്യൂസ് റിപ്പോർട്ടർ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അത് ദുബായിലും അത് മറ്റു പരിസ്ഥിതി പ്രദേശങ്ങളിലും ഒക്കെ ആയിട്ട് നമ്മുടെ ന്യൂസിന്റെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. 0423834491 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സംസാരിക്കുന്ന പോലെ 0423822491 എന്നുള്ള നമ്മുടെ ലാൻഡ് ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായി വിളിച്ചുകൊണ്ട് തന്നെ ഒരു പ്രതിവാദത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇത്തരത്തിലുള്ള പ്രതിവാദത്തിലേക്ക് കിടക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഞാൻ ആകെ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഇത് മാത്രമാണ്. അതായത് ഒരു ന്യൂസ് നടക്കുന്ന സമയത്ത് ന്യൂസിൻ്റെതായ ന്യൂസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂസിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒരു കാര്യത്തിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരുന്നതാണ്. ഇടവേള കഴിഞ്ഞിട്ട് മറ്റേത് കയറാമൊക്കെ. എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ എപ്പോഴും ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ വരല്ലേട്ടാ, ഞാൻ ഇത് കയറാൻ പോവാണ്. ഇനി അതിൻ്റെ ഇടയിൽ ഇനി വീണ്ടും തിരിച്ചു വന്ന് എനിക്ക് ഇത് പറ്റാണ്ടാവും. തുടങ്ങി കയറിക്കോ നിരഞ്ജ. മറ്റേ സ്വിച്ച് ഇട്ടോ താങ്കൾ ഇട്ടോ, കയറിക്കോ. ഞാൻ എനിക്കൊരു ഒരു ഒരു ഇത് കൊടുക്കട്ടെ, ഞാൻ കയറണേ. കയറിക്കോ. നമസ്കാരം, വെൽക്കം ബാക്ക് ടു ന്യൂസ്. ഫസ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, ആരാണ് റിപ്പോർട്ടർ?
നമസ്കാരം, ഞാൻ തസ്മിലയാണ്. തസ്മില ഏത് ഏരിയയിൽ നിന്നാണ് വിളിക്കുന്നത്? തസ്മില ദുബായിൽ നിന്ന് വിളിക്കുകയാണ്. ദുബായിലും പരിസര പ്രദേശങ്ങളിലും എന്താണ് നിങ്ങളുടെ അവിടുത്തെ ഇന്നത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? എന്തൊക്കെയാണ് പറയും? ദുബായിലും പരിസര പ്രദേശങ്ങളിലും ഇന്ന് ചെറിയ തോതിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, പൊടിക്കാറ്റുണ്ടായിരുന്നു ഇന്നലെ. അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്നത്, വാർത്തയിലൂടെ എല്ലാവർക്കും അറിയാം. നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ട കാര്യങ്ങളുണ്ട്. 1 മുതൽ 10 വരെയുള്ള ഒരു നമ്പർ പറയൂ, നോക്കട്ടെ. 3. മൂന്നാം നമ്പറിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് അത്തരത്തിലുള്ള ചർച്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊരു ലോട്ട് പോലെയാണ്, ചർച്ചകളിലേക്കാണ് നമ്മൾ പോകുന്നതാവുക. ഈ റൂമിലെ AC ഇടണേ. ചർച്ചയാണ്. അപ്പൊ 3-ാം നമ്പറിൽ വന്നിരിക്കുന്ന എന്താണോ ആ രീതിയിലുള്ള ചർച്ചയിലേക്കായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. അത്തരത്തിലുള്ള ഓരോ ചർച്ചയ്ക്കും അതിൻ്റെതായ ഒരു വിഷമഘട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും അന്താക്ഷരി എന്നുള്ള ഒരു സംയുക്തമാണ് താങ്കൾക്ക് കിട്ടിയിരിക്കുന്നത്. അന്താക്ഷരി എന്ന് പറയുമ്പോൾ താങ്കളും ഞങ്ങളും തമ്മിലുള്ള ഒരു അന്താക്ഷരി പാട്ട് മത്സരം പോലെ ഒരു സംഭവമായിരിക്കും കേൾക്കുന്നുണ്ടാവുക. ഓക്കെ, റെഡി? സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു പാട്ട് പാടിക്കൊണ്ട് അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം, അവസാനത്തെ വാക്കിന്റെ അവസാനത്തെ അക്ഷരം എടുത്തോ, ആദ്യത്തെ അക്ഷരം എടുത്തോ എനിക്ക് തന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ സംഗീതമേ സമയമിത പൂർവ സായാഹ്നം സമയമിത പൂർവ സോപാനം. മനുഷ്യ സായാഹ്നം സായാഹ്നായാലും സായാണ്. സാഗരങ്ങളിൽ പടിപാടിയുണർത്തിയ സാമഗീതമേ സാമസംഗീതമേ. പിന്നെയും സിന്ദൂര സന്ധ്യയെ പറയൂ, പകലിനെ കൈവെടിഞ്ഞു. വാ കുരുവി ഇനപ്പൂങ്കുരുവി കരൾ നിറയെ നിൻ പാട്ടിൻ തേനരുവി. അരുവിയല്ലേ? അല്ലേ? അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം ചൊല്ലി, മെല്ലെ ഓതി വന്നുവോ. വാർത്തിങ്കളുദിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ അഷ്ടമംഗല്യം. മംഗല്യത്തിന് മായല്ലേ? അഷ്ടമംഗല്യം. എങ്കിൽ അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി. ചമ്പക്കുളം തച്ചനുന്നം പിടിപ്പിച്ച പൊന്നാമ്പുരം തോണിയോ. ഏകദേശം സമയം കഴിയുന്ന സമയത്താണ് പാടിയതെങ്കിലും താങ്കളെ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നുണ്ട്. എന്തായാലും താങ്കളുടെ വാഗ്വാദത്തിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്തായാലും മുന്നോട്ട് പോകുന്നു. അപ്പോൾ ന്യൂസ് അവർ തുടർന്നും കാണുക. താങ്കൾക്കുള്ള സമ്മാനം പിന്നാലെ വരുന്നുണ്ടാവും. 800 825 825 എന്ന നമ്പറിലേക്ക് നാളെ തന്നെ രാവിലെ തന്നെ വിളിച്ചോളൂ കേട്ടോ. തീർച്ചയായിട്ടും. ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. ഇപ്പൊ വിളിച്ചിരിക്കുന്നത് ദുബായിലുള്ള തസ്മില പറഞ്ഞ കാര്യം, തസ്മില ഉന്നയിച്ച കാര്യം, തസ്മിലയോട് നമുക്ക് പറയാനുണ്ടായിരുന്ന കാര്യം. തസ്മില ഈ രീതിയിലായിരുന്നോ സംസാരിക്കേണ്ടിയിരുന്നത്? തസ്മിലയാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? തസ്മില പാടിയിരുന്നോ? തസ്മില ശരിയായ രീതിയിലാണോ പാടിയത്? നിങ്ങൾ കൃത്യമായി പറയൂ. അതായത് 1 മുതൽ 8 വരെയുള്ള നമ്പറുകൾ ഞാൻ കൊടുത്തതിന് ശേഷം തസ്മില അതിൽ നിന്നും 3 മാത്രം സെലക്ട് ചെയ്തു. സുഹൃത്തുക്കളെ, ഈ 3 സെലക്ട് ചെയ്യേണ്ടിയിരുന്നത്? മറ്റ് നമ്പറുകൾ ഉണ്ടായിട്ടും എന്തിനു വേണ്ടി 3 തസ്മില സെലക്ട് ചെയ്തിട്ടുണ്ടാവണം? ഇത് ഗൂഢമായതാണ്. CBI കൊണ്ട് അന്വേഷിപ്പിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വെച്ചുപൊറിപ്പിക്കാൻ പറ്റാത്തതാണ്. കാരണം ഇത് ഒരിക്കലും തസ്മില എന്ന് പറയുന്നവർ 1 മുതൽ 8 വരെയുള്ള നമ്പറുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും അവർ 3-ാം നമ്പർ തന്നെ എടുത്തത്? 3-ാം നമ്പർ എടുക്കുന്നതിൽ എന്താണ് അതിന് അർത്ഥം? 1ഉം 2ഉം അവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് 3 എടുത്തു? ഇത്തരത്തിലുള്ള വലിയ ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള നമ്മുടെ ന്യൂസ് റിപ്പോർട്ടർ നമ്മുടെ നിരഞ്ജൻ എവിടെയാണ് ഇപ്പോൾ? നിരഞ്ജൻ, ഹലോ, കേൾക്കാമോ? കേൾക്കുന്നില്ല. എനിക്ക് അതാണ് 1 മുതൽ 8 വരെയുള്ള നമ്പറുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് 3? വൈ 3? ഇത് ഞാൻ എപ്പോഴും ചോദിക്കാം. ഹലോ, ആരാണ്? അമൻ, പറയൂ അമൻ. 1 മുതൽ 8 വരെയുള്ള 3 പോയതിനു ശേഷം താങ്കൾക്ക് ഏത് നമ്പർ വേണം?
രണ്ടാം നമ്പർ തെരഞ്ഞെടുത്തിരിക്കുന്നു. അമന് കൊടുക്കുന്നു. അമൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുക്കുന്നു. രണ്ടാം നമ്പറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. രണ്ടാം നമ്പറിൽ കൊടുത്തിരിക്കുന്നത് പാട്ടുവാർത്തകളാണ്. പാട്ടുവാർത്തകൾ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂസ് റിപ്പോർട്ടറിന്റെ ഇവിടെയുള്ള നിരഞ്ജൻ മുട്ടത്തലയൻ അദ്ദേഹം പറയുന്നത് പോലെ ആയിരിക്കും അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുക. എന്താ നിരഞ്ജൻ, എന്താണത്? അതായത് താങ്കൾക്ക് ഒരു വാക്ക് തരുന്നു, ആ വാക്കിലൂടെ താങ്കൾ 8 പാട്ടുകൾ പാടുക എന്നുള്ളതാണ് ഈ ഒരു താങ്കൾക്ക് കിട്ടിയിരിക്കുന്ന ടാസ്ക്. അപ്പോ താങ്കൾക്കുള്ള ടാസ്കിലേക്ക് പോകാൻ താങ്കൾ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ താങ്കൾക്കുള്ള വാക്ക് ഞാൻ തരാൻ തയ്യാറായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ താങ്കളിലേക്ക് വരുന്ന ആ വാക്ക് എന്താണ് എന്ന് ഞാൻ ഊന്നി ചോദിക്കുന്നു. നിരഞ്ജൻ, എന്താണ് ആ വാക്ക്? താങ്കൾക്ക് തന്നിരിക്കുന്ന വാക്ക് പൂവെന്നുള്ളതാണ്. ആ പൂവെന്നുള്ള വാക്ക് എവിടെയെങ്കിലും വരുന്ന 8 പാട്ടുകൾ 2 മിനിറ്റ് കൊണ്ട് പാടി താങ്കൾക്ക് ഇത് വിജയിക്കാൻ കഴിയുമെങ്കിൽ താങ്കളായിരിക്കും ഇന്നത്തെ വിന്നർ. പറയൂ, പാടൂ. ഒരു പൂ മാത്രം ചോദിച്ചു. പറയാനല്ല, പാടാനാണ് പറഞ്ഞത് എന്ന് പറയാൻ ദുസ്സഹമുണ്ടെങ്കിലും 2 മിനിറ്റ് നേരം. പൂമാനമേ, പിന്നെ പൂവിളി പൊന്നോണം. പൂവിനെ പറ്റി ഇങ്ങനെയാണോ പാടുന്നത്? ഒരു പൂവല്ലേ? പൂക്കളെ പറ്റി പാടാൻ ഇങ്ങനെയല്ല. രണ്ടാമത്തെ പാട്ട് ഒന്നുകൂടി പാടും, കേട്ടില്ല. പൂവിളി ശരി, പൊന്നോണമായി. അടുത്തത് പാടും. പിന്നെ എൻ പൂവേ പൊൻപൂവേ ആരീനാരം പൂവേ അന്ന്. പിന്നെ അത് മലയാളം പാട്ട് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. 3, അടുത്തത് പാടും. പിന്നെ പൂവേ പൂവേ പാലപ്പൂവേ പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി. ഓക്കെ, 4 പാട്ടുകൾ. ബാക്കി 4 പാട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എത്രയും പെട്ടെന്ന് താങ്കൾക്ക് പാടാം. ഇനി അവശേഷിക്കുന്നത് താങ്കളുടെ മുന്നിൽ നിൽക്കുന്നത് 1 മിനിറ്റ് മാത്രം. പാടൂ. എന്നിട്ട് പാടൂ. പോയി ചൊല്ലാമോ. കറക്റ്റ് ആയിട്ട് പാടിയിരിക്കുന്നു. 5ാമത്തെ പാട്ട് കൂടി പാടിയിരിക്കുന്നു. താങ്കൾക്കിനി വെറും 3 പാട്ടുകൾ 50 സെക്കൻഡ് കൊണ്ട് പാടി തീർക്കണം. പൂവേ പുലി പൂവേ. പിന്നെ 6 ചെമന്തി പൂക്കൾ. ജനുവരി അല്ല, ഫെബ്രുവരി. ഇതിപ്പോ സെപ്റ്റംബർ. ഓക്കെയോ? കറക്റ്റ് ആയിട്ട് പാടത്. പൂക്കൾ പനിനീർ പൂക്കൾ എന്നുള്ള പാട്ടിന് 7ാമത്തെ നമ്പർ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ പാട്ട് കൂടി പാടണം 20 സെക്കൻഡ് കൊണ്ട്. പൂവിനുള്ളിൽ പൂക്കാലം വന്നു. അങ്ങനെന്തോ ആണ്. പക്ഷെ അത് പറ്റൂല, വേറെ പാട്. പറ്റാത്ത അത് ശരിയല്ല. കറക്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ തന്നെ വേണം നമുക്ക്. പുഞ്ചിരിയുടെ പൂവിളിയിൽ നിന്നൊരു ഗാനം. അതന്നെ. അങ്ങനെ അമൻ 8 പാട്ടുകളും പാടിക്കൊണ്ട് അമൻ അങ്ങനെ വിജയശ്രീലാളിതനായിട്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും ഊന്നി പറയുകയാണ്, അമൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ, അദ്ദേഹം വിളിച്ചത് എവിടുന്നാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം വിളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം എടുക്കുന്ന നമ്പർ 2 എന്നുള്ളത്. 1 പിന്നെയും ബാക്കി കിടക്കുന്നു. 4 മുതൽ 8 വരെയുള്ള നമ്പറുകൾ, സംഖ്യകൾ പിന്നെയും കിടക്കുന്നു. പിന്നെയും കിടക്കുന്ന ഈ നമ്പറുകളിലേക്ക് പോകാൻ എന്തുകൊണ്ട് വിസമ്മതിച്ചുകൊണ്ട് ആളുകൾ മുന്നോട്ട് പോകുന്നു? അടുത്ത ആളിലേക്ക് പോകാം. ഏതാണ് നമ്പർ എടുക്കുന്നത്? ആരാണ്? പേരെന്താണ്? ഏത് റിപ്പോർട്ടറാണ്? മുഹമ്മദ് സിജു. നമസ്കാരം നമ്മുടെ പരിപാടിയിലേക്ക്. മുഹമ്മദ് സിജു. അതെ. സിജു എന്ത് ചെയ്യുന്നു? സിജു, ഞാൻ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സിജുവിന്റെ അടുത്ത നാട്ടിലേക്കുള്ള യാത്ര എപ്പോഴാണ്? അടുത്ത വർഷം. ഇന്ന് കേട്ടൊരു പ്രധാനപ്പെട്ട വാർത്ത പറയാൻ പറ്റുമോ സിജുവിന്? TV ഓണാക്കി വെച്ചിരിക്കുകയാണോ സിജു? അതെ അതെ. ടിവിയുടെ ശബ്ദം കുറച്ച് വെച്ചില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള സംഭാഷണ രീതി, സംഭാഷണത്തിന്റെ മര്യാദ കുറയും. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഞാൻ കോള് കട്ട് ചെയ്യും. എനിക്ക് കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പറയൂ, താങ്കൾ ഇന്ന് കേട്ട ഏറ്റവും നല്ല വാർത്ത, താങ്കൾക്ക് തോന്നിയ നല്ലൊരു വാർത്ത എന്താണത്? ദുബായിൽ മഴ പെയ്തു. ഹലോ, ദുബായിൽ മഴ പെയ്തു. ഇതിങ്ങനെയാണോ വാർത്തയായി പറയുന്നത്? ഒരു വാർത്ത പറയുമ്പോൾ അതിൻ്റെതായ ഒരു ചടുലത വേണ്ടേ? വാർത്തയ്ക്ക് ഒരു ചടുലതയുണ്ടല്ലോ. ചടുലതയോടെ സംസാരിക്കുമ്പോഴാണോ അത് വാർത്തയാവുന്നത്?
പറയൂ. റിപ്പോർട്ടർ മുഹമ്മദ് ഷിജു ആണ് സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് കേട്ട ഏറ്റവും നല്ല വാർത്ത എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറയുന്ന താങ്കളുടെ ആ ഉള്ളിൽ നിന്നും ഉൾക്കരുത്തിൽ നിന്നും വരുന്ന ഒരു വാർത്തയല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മലയാളികൾ? പറയൂ. വേറെ വാർത്തയൊന്നുമില്ല. വേറെ വാർത്തയൊന്നുമില്ല. വീട്ടിൽ കഞ്ഞിയും ചെറുപയറുമാണോ ചപ്പാത്തിയും ചിക്കൻ കറിയുമാണോ? എന്താണ് താങ്കളുടെ വീട്ടിലത്തെ ഇന്നത്തെ വിഭവം? കഞ്ഞിയും ചെറുപയറും. വളരെ മോശമായി പോയി. നോൺ വെജ് ഇല്ലാതെ ഒരു ഭക്ഷണം ചിന്തിക്കുക തന്നെ വളരെ കഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. താങ്കൾ എന്തായാലും പറഞ്ഞല്ലോ മുഹമ്മദ് ഷിജു, താങ്കൾക്ക് വേണ്ടി ഞാൻ തരുന്നു 1 മുതൽ 8 വരെയുള്ളതിൽ 3ഉം 2ഉം ഒഴിച്ചു വെച്ച് വേറെ ഒരു നമ്പർ പറഞ്ഞാൽ താങ്കൾ ഏതക്ഷരം പറയും? ഏത് നമ്പർ പറയും? 8. ദുഷ്ടൻ. 8 എന്ന നമ്പർ താങ്കൾ തിരഞ്ഞെടുക്കാനുണ്ടായ പ്രധാനമായ താങ്കൾക്ക് തോന്നിയ കാര്യം എന്താണെന്നൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഒന്നുമില്ല. പാട്ട് ഓൺ ലൈവ്. ഇതും എനിക്കറിയില്ല എന്നിരുന്നു. ഇതൊരു പാട്ടിൽ നിന്നും മറ്റൊരു പാട്ടിലേക്ക് താങ്കളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംവിധയാണ് ഈ കിടക്കുന്നത്. അതായത് താങ്കൾ ഒരു പാട്ട് പാടുന്നു, അതിൽ നിന്നും ഞാൻ തിരഞ്ഞെടുക്കുന്ന വേറൊരു വാക്ക് തരുന്നു. താങ്കൾക്ക് അങ്ങനെ 10 പാട്ടുകൾ പാടിയാൽ താങ്കൾ വിജയശ്രീ ലാളിതനാവും. അപ്പോ താങ്കൾക്ക് ആദ്യത്തെ വാക്ക് ഞാൻ തരുന്നു. തരട്ടെ? 1000. 1000 പാദസ്വരങ്ങൾ കിലുങ്ങി ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് കന്നിന്നനം പാടി വന്ന എന്താ അത്ര അറിയത്തുള്ളൂ. തന്നനം. എങ്കിൽ താങ്കൾക്ക് ഞാൻ തരുന്നു ആലുവ പുഴയുടെ തീരത്ത്. തീരമേ തീരമേ പോകുനീ തീരമേ തീരമേ. തീരത്തൊന്നും പുറത്തിറങ്ങൂ. അത്ര അറിയത്തുള്ളൂ. അത് തീരമേ തീരമേ പാടി ഞാൻ എങ്ങനെയാണ് അതൊരു പാട്ടായിട്ട് സങ്കല്പിക്കാൻ പറ്റുന്നത്? വേറെ പാടൂ. സമ്മതിക്കില്ല ഞാൻ. തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാര കൊമ്പത്തൊരു ഞാലിലാടി. തീരമയുടെ താഴല്ലേ? തീരം. പുഴയോരത്തിൻ പൂത്തോണിയെത്തിയിടാം. പുഴയോരത്ത്. ഓരവും തീരവും രണ്ടും രണ്ടല്ലേ? തീരം. പുഴയോരത്ത് ഒരു തോണിയെത്തിയില്ല. ഇതിലെവിടെയാണ് തീരം? ഓരത്ത് തീരമുണ്ടോ? തീരത്ത് ഓരമുണ്ടോ? തീരമേ തീരമേ. ഇത് തീർന്നില്ലേ? ഇത് നേരത്തെ തീർന്നതാണല്ലോ. വേറെ പാടാൻ പറഞ്ഞ് താങ്കൾ പാടുന്നില്ലല്ലോ. അറിയില്ല. അതൊരു കഷ്ടമാണിത്, ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിലുള്ള സംഹിതകളിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സിജുവിനെ പോലെ ഇത്രയും ബുദ്ധിയുള്ള ഒരാൾക്ക് പോലും എത്തിപ്പിടിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണ് തീരം എന്നുള്ള വാക്ക്. അങ്ങനെ ഞാൻ വിശ്വസിക്കട്ടെ. ഹലോ സിജു പറയൂ, എന്തുകൊണ്ട് സിജുവിന് തീരം എന്നുള്ള വാക്കിൽ ഒരു പാട്ട് കിട്ടുന്നില്ല? അറിയില്ല, അത്രേ ഉള്ളൂ. വളരെ മോശമായി പോയെന്ന് താങ്കൾക്ക് തോന്നിയാലും പ്രശ്നമൊന്നുമില്ല. താങ്കൾ ചെയ്തിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം വിളിക്കാനുള്ള ഒരു മനസ്സ് താങ്കൾക്ക് കാണിച്ചതിന് താങ്കൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നതിന് മുമ്പ് താങ്കൾ വീട്ടിലുള്ള കഞ്ഞിയും പയറും കുടിച്ച് അങ്ങനെ സുന്ദരനായിട്ട് അങ്ങനെ ഇരിക്കൂ. വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കുക. സിജുവിനെ അങ്ങനെ അമ്പയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ലോക്സഭ. ഹലോ നമസ്കാരം. ആരാണ്? നമസ്കാരം, പ്രേമാണ്. പ്രേമത്തിൻ പൂഞ്ചോലയിൽ പ്രേം നസീറിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് പ്രേം എന്ന പേരില്ല. പ്രേമിന്റെ ഫുൾ നെയിം എന്തായിട്ട് വരും? പ്രേംചന്ദ് എന്ന് പറയും. ചന്ദ് എന്നുള്ളതാണോ അതോ ചന്ദ്രൻ എന്നുള്ളത് മാറ്റി ചന്ദ് എന്നാക്കിയതാണോ? അച്ഛന്റെ പേരാണ്. അപ്പൊ അത് ചന്ദ്രനിൽ നിന്നും ഇന്ദ്രൻ എടുത്തു കളഞ്ഞ് ചന്ദ് എന്ന് മാത്രമാക്കിയ താങ്കൾ പ്രേംചന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഇവിടെ, അല്ലെ? അതെ അതെ. യഥാർത്ഥത്തിൽ താങ്കളുടെ ഫുൾ നെയിം പ്രേമചന്ദ്രൻ എന്നാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ? വിശ്വസിക്കണ്ട, അങ്ങനെയല്ല. ഞാൻ സമ്മതിക്കൂല. സമ്മതിച്ചേ പറ്റൂ. ഞാൻ സമ്മതിക്കൂല. ഞാൻ ഐഡിയ അയച്ചു തരാം. ഇല്ല, എനിക്കറിയാം പ്രേമചന്ദ്രൻ തന്നെ. സോറി. പറയൂ, താങ്കൾ ഇന്ന് കേട്ട ഏറ്റവും നല്ല വാർത്ത എന്താണ്? താങ്കൾക്ക് തോന്നിയ ഒരു വാർത്ത പറയൂ. നല്ല മഴ പെയ്തു. ഇതെല്ലാരും പറഞ്ഞതല്ലേ? പുതിയ എന്തെങ്കിലും പറയൂ. നമുക്ക് എല്ലാവർക്കും പുതുമയാണ് വേണ്ട. പുതുമയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ചയാണ്. വളരെ നല്ല ഒരു വാർത്തയാണത്. അത് ഇത്രയും നല്ലൊരു വാർത്ത. ഇത് കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങണം. നമ്മൾ മനസ്സിലായില്ലേ? കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള വാർത്തകൾക്കുള്ള കൗതുകങ്ങൾ ഉണ്ടാകുന്നത്. കുട്ടികളിലൂടെ വേണം നമ്മൾ കൗതുകത്തിലൂടെ നടക്കാനായിട്ട്, കൗതുകത്തിലൂടെ സഞ്ചരിക്കാനായിട്ട്. നമ്മുടെ റിപ്പോർട്ടർ ആവാൻ താല്പര്യമുണ്ടോ ആ കുട്ടിക്ക്? കുട്ടി റിപ്പോർട്ടറിന്റെ പേരെന്താ?
താല്പര്യം ഉണ്ടാക്കണം സർ, എങ്ങനെ പറയരുത് സർ, ഇവിടെ ആളില്ല, അതുകൊണ്ടാണ്. എന്താണ് പേരെന്താണ്? പ്രണവ് പ്രേംചന്ദ്. പ്രണവ് പ്രേമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ പ്രേംചന്ദ്, നമുക്കിപ്പോൾ താങ്കൾക്കായി കാത്തിരിക്കുന്നത് 1 മുതൽ 8 വരെ ഉള്ളതിൽ നിന്നും 2ഉം 3ഉം 8ഉം ഒഴിവാക്കിക്കൊണ്ടൊരു നമ്പർ പറയാൻ താങ്കൾക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ട്. എന്നാ പറയും. 7. 7ാം നമ്പറാണ് പ്രേംചന്ദിന്റെ മകൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു സത്യസന്ധമായ കാര്യം മാത്രമാണ്. അതിലേക്ക് പോകുമ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് മലയാള വാർത്തയാണ്. മലയാളത്തിൽ മാത്രം സംസാരിക്കുക എന്നതാണ്. താങ്കൾ മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ തയ്യാറാണോ? തയ്യാറാണ്. ആരാണ് സംസാരിക്കാൻ പോകുന്നത്? മോനാണോ അച്ഛനാണോ? മോൻ. മോൻ. മക്കളെ തോൽപ്പിച്ചു എന്ന പേര് എനിക്ക് ചീത്തപ്പേരായി തോന്നുമെങ്കിലും കുട്ടികളെ തോൽപ്പിക്കുന്നില്ല എന്നുള്ളത് എന്റെ ഒരു രീതി ആയതുകൊണ്ട് വേണമെങ്കിൽ അച്ഛന് മത്സരിക്കാം. വേണ്ട. മോൻ തന്നെ മത്സരിക്കും. മോൻ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 7. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമായിട്ടൊരു യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ട് സനീഷ് ചാക്യാറും കുട്ടരും. അപ്പോ സ്റ്റാർട്ട് ദ ടൈം. ടൈം തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനും മോനുമായിട്ടുള്ള യുദ്ധം ആരംഭിക്കും. മോനെ പറയൂ, നാട്ടിലെവിടെയാണ്? മകനെ സംസാരിക്കാതിരുന്നാൽ ഔട്ടായി പോകുന്നതാണ്, അതുകൊണ്ട് പെട്ടെന്ന് സംസാരിക്കും. എവിടെ? തൃശ്ശൂർ എന്ന് തൃശ്ശൂരുള്ള ഈ മകന്റെ അമ്മയുടെ പേരെന്താ? ഇന്ദു. എന്താണ് പഠിച്ചതെന്ന് മാൻ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അമ്മ എന്ത് പഠിച്ചു? അമ്മ എവിടെ പഠിച്ചു? ഏത് സ്കൂളിൽ പഠിച്ചു? ഏതോ ഒരു വിദ്യാലയത്തിൽ പഠിച്ചു. അങ്ങനെ പറയാൻ പാടില്ല. അച്ഛൻ എവിടെ പഠിച്ചു എന്ന് ചോദിച്ചിട്ടില്ലേ ഇത് മുമ്പ്? ഇല്ല. അച്ഛനും പഠിച്ചില്ല, അമ്മയും പഠിച്ചില്ല എങ്കിൽ മോൻ നാട്ടിൽ എവിടെയാണ് മോൻ പഠിച്ചിരുന്നത്? ഇവിടുത്തെ സ്കൂളിലാണോ നാട്ടിലെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? നാട്ടിലൊരു ഗവൺമെന്റ് വിദ്യാലയത്തിൽ. ഗവൺമെന്റ് എന്നുള്ളത് സർക്കാർ എന്നുള്ളതാണ് മലയാള വാക്ക്. ഗവൺമെന്റ് എന്നുള്ളത് ഇംഗ്ലീഷ് വാക്കാണ് എന്നുള്ളത് മകനെ വ്യക്തമായും ശക്തമായും പറഞ്ഞു കൊടുക്കേണ്ടത് മിസ്റ്റർ പ്രേംചന്ദിന്റെ വാക്കല്ലെങ്കിൽ വരൂല ചില സമയത്ത്. പ്രേംചന്ദിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത്. താങ്ക് യു മിസ്റ്റർ നിരഞ്ജൻ. അപ്പോൾ മകന്റെ ഒരു ഉത്തരവാദിത്തമാണത്, മനസ്സിലായോ? അതായത് ഔട്ടായി. എനിക്കൊന്ന് നൃത്തം ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഞാൻ അതിലൊന്നും പോകുന്നില്ല. അടുത്ത കോളിലേക്ക് പോകുന്നു. നമസ്കാരം. ന്യൂസ് എന്തോ ആണ്? ആരാണ്? ഹലോ, ആരാ? ഇത് ഷാർജയിൽ നിന്നും സൗമ്യ സംസാരിക്കുന്നു. ഹലോ സൗമ്യ, സംസാരിച്ചു കൊണ്ടിരിക്കൂ. സൗമ്യ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താണ് അവിടുത്തെ അവസ്ഥ? ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്ന് പാത്രങ്ങളെല്ലാം കഴുകി തുണിയെല്ലാം അലക്കി വെച്ച് മടക്കി വെച്ച് അദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്യുന്നു? കറക്റ്റായിട്ട് പറഞ്ഞത് വളരെ വളരെ ശരിയായ കാര്യമാണ്. തീർച്ചയായിട്ടും എല്ലാ കയ്യും തൊടുത്ത് എന്റെ അടുത്ത് വന്നിരിക്കുന്നു. എല്ലാ വീട്ടിലും എന്റെ വീട്ടിലെ പോലെ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംസാരം മാത്രമാണത്. ഞാനും ഒരു പ്രവാസി, അതുകൊണ്ട് എനിക്ക് അറിയാലോ ഇതൊക്കെ. ആ പാവത്താനെ ഇനിയെങ്കിലും ഒന്ന് അഴിച്ചു വിട്ടൂടെ? എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പോൾ കൃത്യം നോക്കിയാൽ ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞു. 2 വർഷം കൂടി കഴിഞ്ഞാൽ ഒരു ജീവപര്യന്തം കഴിയുന്നതാണ്. അദ്ദേഹത്തെ അഴിച്ചു വിടണം കേട്ടോ. 7 വർഷത്തിൽ കൂടുതൽ ഒരാളിനെ അങ്ങനെ അനുഭവിപ്പിക്കരുത്, പാവം കിട്ടും. ഇപ്പോൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ താങ്കളോട് ചോദ്യം ചോദിക്കുന്നു. 1 മുതൽ 8 വരെയുള്ളതിൽ 2ഉം 3ഉം 7ഉം 8ഉം ഒഴിവാക്കിയാൽ ഏതാ നമ്പർ എടുക്കും? 1. സൗമ്യമായി ചോദിച്ചിരിക്കുന്നു. സൗമ്യ 1. സൗമ്യ ചോദിച്ചിരിക്കുന്ന നമ്പർ 1 ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ 1ൽ താങ്കൾ കിട്ടിയിരുന്നത് സ്റ്റാർ കോംബോ. സ്റ്റാർ കോംബോ എന്ന് പറയുമ്പോൾ ചലച്ചിത്രമാണല്ലോ എല്ലാറ്റിന്റെയും അവസാന വാക്ക്. കലയുടെ അവസാന വാക്ക് ചലച്ചിത്രമാണ്. സ്റ്റാർ കോംബോ സോങ്സ് ആണ്. അതായത് ഞാൻ 2 താരങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 താരങ്ങൾ അഭിനയിച്ചിരിക്കുന്ന പാട്ടുകൾ പാടിക്കൊണ്ടേയിരിക്കണം. ഒരു സിനിമയിലെ ഒരു പാട്ട് മാത്രമേ പാടാവൂ. അങ്ങനെ 7 പാട്ടുകൾ പാടിയാൽ താങ്കൾ ജയിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ 2 സ്റ്റാറുകൾ ഞാൻ തരാൻ വേണ്ടി നമ്മുടെ ഇവിടെ ന്യൂസ് റിപ്പോർട്ടറിൽ നിന്നും നിരഞ്ജനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിരഞ്ജൻ, ന്യൂസ് PCR നിന്നും പേരുകൾ തന്നിരിക്കുന്നു. തരട്ടെ? വേഗം പറയാനായിട്ട് സമയം സ്റ്റാർട്ട് ചെയ്യൂ മിസ്റ്റർ PCR ടോണി. മോഹൻലാൽ, ജഗദീഷ് ശ്രീകുമാർ. ഉന്നം മറന്ന് തെന്നിപ്പറന്ന് ജഗദീഷ്. മോഹൻലാലും ജഗതിയോ? അതെ. പടകാളി. പാട്.
അത് തന്നെ. പാട്. ആ, ഏകദേശം വരികളെങ്കിലും കിട്ടണം എനിക്ക്. അയ്യോ. പടകാളിച്ചണ്ടിച്ചങ്കിരി പൊക്കിരി വാക്കിരി ഭഗവതി അടിയോടും കക്കിരിയോടും. ഏകദേശം ശരിയാവണം. ആ പാട്ട് എടുക്കൂല. വേറെ പാട് അല്ലെ, പാട്. പടകാളി കറക്റ്റായിട്ട് പാട്. 7 ഉള്ളൂ. ഗോവിന്ദ ഗോവിന്ദ. അത് മുകേഷും മോഹൻലാലും ആണ്. ആ സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതൊരു പാട്ടായിട്ട് എടുക്കുന്നു. അടുത്ത പാടാം. ഓക്കേ. ഗോവിന്ദ ഗോവിന്ദ പോരാ. ഗോവിന്ദ ഗോവിന്ദ ആനന്ദ ഗോവിന്ദ. ഏതാ? പഴനിവേല. പളനിവേലയാ? അത് പഴനിമല മുരുകന് പള്ളിവേലായുധോ. അത് 2 നരസിംഹത്തിലെ പാട്ടാണ് കുട്ടി ഉദ്ദേശിച്ചത്. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ. ചോട്ടാ മുംബൈയിലുള്ള റീമിക്സ് സോങ് ആണ്. അത് എടുക്കുന്നു. 3 എണ്ണമായി. 3 എണ്ണമായി. പാടൂ. 3 എണ്ണമായി. 4 മിന്നാരത്തിലെ പാട്ട് 4. പിന്നെയും പിന്നെയും അത് മോഹൻലാലിന്റെ അല്ല. പിന്നെയും പാടിയില്ല. അല്ല, അത് പിന്നെ എന്ത് പറഞ്ഞു? 3 പിന്നെ പറഞ്ഞല്ലോ. പാടിക്കൊണ്ടേയിരിക്കും. സമയം വളരെ തുച്ഛമാണ്. താങ്കൾക്ക് 10 സെക്കൻഡ് മാത്രം തരുന്നു. 3 മിനിറ്റ് 3 പാട്ടുകൾ. ഊട്ടിപ്പട്ടണം കൂട്ടിമുട്ടുന്നു എല്ലാം കൂടി. അങ്ങനെയൊന്നല്ല. ഊട്ടിപ്പട്ടണം തേട്ടിക്കട്ടണം സിനിമ. എനിക്ക് തെറ്റിക്കാം. അപ്പൊ അത് മതി. 5 പാട്ടുകൾ മാത്രം പാടി സമയം കഴിഞ്ഞതുകൊണ്ട് തോറ്റുപോയിരിക്കുന്നു. തോറ്റു എന്ന് പറയുമ്പോ ഇത്ര സങ്കടം. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ തോക്കുന്നത് കണ്ടിട്ടില്ലേ? എന്തോരം തോക്കുന്നുണ്ട് ഞാൻ. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. നമസ്കാരം. ന്യൂസ് എന്തോ ഒരു സംഭവത്തിലേക്ക് സ്വാഗതം. ആരാണത്? എന്റെ പേര് അനീഷ. ഹായ് അനീഷ, നമസ്കാരം. അനീഷ, എന്താണ് പ്രധാന വാർത്തകൾ? പറയൂ. ഭർത്താവ് എന്ത് ചെയ്തു? ഭർത്താവ് ഇത് പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുക. പാവം മനുഷ്യൻ. ഇതിലും വലിയ ശിക്ഷ സ്വപ്നങ്ങളിൽ മാത്രം. അതെ അതെ. ഇന്ന് ന്യൂസ് റീഡറായിട്ട് ഇന്ന് കഴിഞ്ഞ ആഴ്ചത്തെ ജോലിസിന് എത്ര പെട്ടെന്ന് ഭാവം മാറ്റം വന്നത്. അതാണല്ലോ നമ്മൾ ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനേക്ക് നിരഞ്ജൻ തന്നെ ഓരോ ദിവസം തന്നെ പല തവണകളിൽ പല രൂപത്തിലാണ്. നിങ്ങൾ സ്ത്രീകളെ പോലെ നമുക്ക് പുരുഷന്മാർക്ക് പറ്റില്ല. കാരണം രാവിലെ ചിരിച്ചുകൊണ്ട് ഡ്യൂട്ടിക്ക് അയക്കുന്ന ഭാര്യ, ഉച്ചക്ക് നമ്മളൊന്ന് ഫോൺ വിളിച്ചാൽ പൊട്ടിത്തെറിക്കുന്ന ഭാര്യ, വൈകുന്നേരം മടങ്ങി വരുമ്പോൾ ഒരു താല്പര്യമില്ലാത്ത ഭാര്യ. ഇങ്ങനെയാണല്ലോ ശരിക്കും. 3 തലങ്ങളിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടാവാൻ പറ്റുമെങ്കിൽ ഒരാഴ്ച കൊണ്ട് എനിക്കൊരു ന്യൂസ് റീഡറിലേക്ക് എത്താൻ വളരെ സിമ്പിൾ. അതെയോ? അപ്പൊ എന്തായാലും നമ്പർ തിരഞ്ഞെടുക്കാം. ഭർത്താവിന്റെ പേരെന്താണ്? ഭർത്താവിന്റെ പേര് പ്രസാദ്. പ്രസാദ് ഇപ്പോ TV കാണുകയാണ്. അതെ അതെ, ഇത് കണ്ടോണ്ടിരിക്കുക. പാവം. ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടമൊക്കെയാ. വിളിക്കാൻ പറഞ്ഞിട്ട് ഇത് കണ്ടോണ്ടിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ഭാര്യയും ഭർത്താവും ലാസ്റ്റ് ഏറ്റവും അവസാനമായി നിങ്ങൾ യാത്ര പോയത് എവിടെയാണ്? യാത്ര പോയത് നാട്ടിൽ എവിടെ പോയി? നാട്ടിൽ പോയതിന് ശേഷം പോയ സ്ഥലം, ഒരു നിങ്ങൾ രണ്ടുപേരും മാത്രമായി സഞ്ചരിച്ച യാത്ര? നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേ ഉള്ളു, ലുലുവിലും. അല്ലാതെ വേറെങ്ങും പോയില്ല. നമ്പർ പറയും. മനസ്സിലായി. മനസ്സിലായി. ഒരു റൊമാൻറ്റിക് ആയിട്ടൊരു സാധനം ചോദിക്കുമ്പോ അത് ഇങ്ങനെയാണ് പറയുന്നത്. ആണോ? പിന്നെ റൊമാൻസ് ആയിട്ടുള്ള എവിടെയൊക്കെ പോയിട്ടുണ്ടോ? ഓ, എവിടെ പോരാ. നമ്പർ 6 ആണ്. വയസ്സായി? വയസ്സ് കുറയായി. അത്രേ കാണൂ. നമ്പർ 6. വയസ്സായാലും അഴകും സ്റ്റൈലും ഇതുവരെക്കും ഉന്ന വിട്ട് പോലെന്ന് രജനീകാന്തിന്റെ അടുത്ത് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ നമ്പർ എന്നുള്ള എന്നാലേ ശരിയാവുള്ളൂ. 6-ാം നമ്പർ എടുക്കുന്നു. 6-ാം നമ്പർ ഓപ്പൺ ആക്കാൻ വേണ്ടി ടോണിയോട് ഞാൻ നിർദ്ദേശിക്കുന്നു. ടോണിയുടെ പിന്നിൽ ഇരുന്നു കൊണ്ട് ഒരു വാനരപ്പട തന്നെ പിന്നിൽ നിന്നുകൊണ്ട് നികേഷ് കുമാർ അല്ല, ഇത് സനീഷ് ചാക്യാർ. ഇത് നിങ്ങൾക്ക് ആര് വേണമെങ്കിലും എടുക്കാം. മധുരം മലയാളത്തിൽ മാത്രം സംസാരിക്കാം. വിളിച്ചിരിക്കുന്നത് അനീഷ എന്നുള്ള പേരിൽ ഞാൻ ഊന്നി ചോദിക്കുന്നു. അനീഷ എന്തുകൊണ്ട് 6-ാം നമ്പർ എടുത്തു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എങ്കിലും അനീഷക്കുള്ള സമയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ അനീഷ സംസാരിക്കേണ്ടത് മലയാളത്തിൽ മാത്രമായിരിക്കും. അപ്പൊ റെഡി, സമയം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അനീഷ പറയൂ, ഭർത്താവ് ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്താ.
അടുത്തുള്ള എന്ത് സ്ഥലത്ത് എന്ത് കമ്പനി എന്താണ് വർക്ക് എത്ര മണിക്ക് പോകും ഡ്യൂട്ടിക്ക് എല്ലാം പറയും, വിശദമായി പറയൂ. ന്യൂസ് ആവുമ്പോ 7 മണിക്ക് പോകും. കമ്പനി ഏതാ, എന്തിന്റെ കമ്പനിയാ? TV ഓൺ ആണല്ലോ. അത് ഈ പണത്തിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്ന കമ്പനിയാ. അയ്യോ കമ്പനിയാന്ന് പറഞ്ഞല്ലേ? അതാണല്ലോ എന്റെ ജോലി. എന്തായാലും വിളിച്ചാൽ സന്തോഷം അറിയിക്കുന്നു. വീണ്ടും വിളിക്കുക. വീണ്ടും വിളിക്കുമ്പോൾ നമ്മൾ അടുത്ത ആഴ്ച കാണുമ്പോൾ കണ്ടുമുട്ടുമ്പോൾ പുതിയ രൂപത്തിലും ഭാവത്തിലും കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇനിയും 20 മിനിറ്റ് ഞാൻ ഇവിടെ ഇരുന്ന് പുഴുങ്ങണമല്ലോ എന്ന് ചിന്തിക്കുന്ന പാവപ്പെട്ടൊരു ഹതഭാഗ്യൻ. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. നമസ്കാരം. ആരാണ് വിളിക്കുന്നത്? ശശീന്ദ്രൻ. ശശീന്ദ്രൻ എന്ന പേരിൽ തന്നെ ശശി ഇന്ദ്രന്റെയും ചന്ദ്രന്റെയും ഇടയിൽ നിൽക്കുന്ന ശശീന്ദ്രൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ. നാട്ടിൽ പോയിരുന്നോ? നാട്ടിൽ പോയതിനു ശേഷം താങ്കൾക്ക് എന്ത് തോന്നി? നാട്ടിലേക്ക് പോകണ്ട എന്ന് തോന്നിയോ പോകാൻ തോന്നിയോ? അടിപൊളി മഴ. അടിപൊളി മഴ ഇവിടെയും ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ പറയുന്ന ഞാൻ കണ്ടിട്ടില്ല. പറയൂ അബുദാബിയിലെ വിശേഷങ്ങൾ. നമ്മൾ വാർത്ത അബുദാബിയിലെ UBL TV കളിക്കളം എന്ന പ്രോഗ്രാം പുതിയ ഭാവത്തിൽ രൂപത്തിലും വന്നിരിക്കുന്നു. അത് നല്ലൊരു പ്രധാന വാർത്തയായിട്ട് എനിക്ക് തോന്നി. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. നോക്കട്ടെ. ശശീന്ദ്രൻ, താങ്കൾക്ക് ഒരു നമ്പർ തിരഞ്ഞെടുക്കാം. താങ്കൾക്ക് ഒരു നമ്പർ ഞാൻ തരികയാണെങ്കിൽ താങ്കൾ അതിൽ നിന്നും 2 ഒന്ന് എടുക്കണമെങ്കിൽ ഏതെടുക്കും? നമ്പർ 5. നമ്പർ 5 എടുക്കുന്നു. താങ്കളുടെ ഭാര്യ സുമംഗലിയായ സുമംഗലി ഇല്ലേ അവിടെ? സുമംഗലി അടുത്ത് തന്നെ ഉണ്ട്. സുമംഗലി എന്ത് ചെയ്യുന്നു? സുമംഗലി ഇങ്ങനെ നോക്കുന്നു. നിങ്ങൾക്ക് നടന്ന് കളിക്കണ്ട, ഇരുന്നിട്ട് സംസാരിക്കാന്ന് പറയുന്നു. നടക്കുന്നത് ഇനി വീണ്ടും വരും. അത് വരുമല്ലോ. നടക്കുന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതും എല്ലാം വരും പല രൂപത്തിലും. ആ കാപ്പയാണ് വന്നിരിക്കുന്നത്, ശശീന്ദ്രന് വേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാപ്പ എന്നുള്ളതിൽ നിന്ന് താങ്കൾക്ക് ഒരക്ഷരം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ താങ്കൾ ഏതക്ഷരം തിരഞ്ഞെടുക്കും? പാ എന്ന അക്ഷരം തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് താങ്കൾക്ക് പിന്മാറാൻ താല്പര്യമുണ്ടോ? ഇല്ല. താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ പാ എന്ന അക്ഷരത്തിലൂടെ മുന്നോട്ട് പോകുന്നു. സമയം തുടങ്ങാനായി റിജില്ലലെ ടോണിയോട് ഞാൻ ആവശ്യപ്പെടുന്നു. അവരിതാ ടൈം സ്റ്റാർട്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സംസാരിക്കുമ്പോൾ താങ്കൾ എവിടെയും പാ എന്ന അക്ഷരം ഉച്ചരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രത്യേകത. തുടങ്ങിക്കഴിഞ്ഞു സമയം. പറയൂ. നാട്ടിൽ പോയിട്ട് എവിടെയൊക്കെ പോയി? നാട്ടിലാ? നാട്ടില് എവിടെയൊക്കെ പോയി പറ. കഴിഞ്ഞ പ്രാവശ്യത്തിൽ പായുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ പായുണ്ട്. അത് പ്രായല്ലേ? പ്രായും പ്രിയും ഒന്നും പറഞ്ഞുകൂടാ. നമ്മൾ പാ എന്ന അക്ഷരത്തിന്റെ വള്ളിയും പുള്ളിയും ഒന്നും വിടാതെ പിടിക്കുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ തന്നെ താങ്കൾ ഔട്ടായി. ആദ്യത്തെ 2 വാക്കിൽ തന്നെ താങ്കൾ ഔട്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സങ്കടമാണ്. നാട്ടിൽ പോയി വന്ന ക്ഷീണ. സാരമല്ല, അടുത്ത ആഴ്ചയിൽ വിളിക്കുമ്പോൾ ശരിയാക്കി എടുക്കാം നമുക്ക്. എന്തായാലും അങ്ങനെ ശശീന്ദ്രൻ കൂടി ഔട്ടായി പോയിരിക്കും സുഹൃത്തുക്കളെ. അനീഷ് ഔട്ടായി, നമ്മുടെ ശശീന്ദ്രൻ ഔട്ടായി, പ്രേംചന്ദ് ഔട്ടായി. നിങ്ങൾ ഇത് മനസ്സിലാക്കണം. വിൻ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. കേരളത്തിൽ ഇതെന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഇത്തരത്തിലുള്ള സംഹിതയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ എന്താണ് ഇതിനെ കൊണ്ട് മനസ്സിലാക്കുന്നത്? ആളുകൾ വിളിക്കുന്നു, തോൽക്കുന്നു. വളരെ കുറഞ്ഞ ശതമാനം ആളുകൾ മാത്രം വിജയിച്ചു പോയാൽ. ഹലോ ആരാണ്? ഞാൻ പ്രസാദ്. ഇപ്പൊ വിളിച്ച ഭാര്യയുടെ ഭർത്താവ് പ്രസാദാണ്. TV കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ ഇത്രയും പെട്ടെന്ന് വിളിക്കുമെന്ന് വിചാരിച്ചില്ല. അതെ, കണ്ടപ്പം വിളിക്കണമെന്നൊരു തോന്നല് വന്നു. ഒരിക്കലും ഞാൻ അതിന് കുറ്റം പറയില്ല. തോന്നുമ്പോ വിളിക്കാനാണല്ലോ നമ്മൾ TV ഓണാക്കി വെച്ചിരിക്കുന്നത്. താങ്കൾക്ക് കാത്തിരിക്കുന്നത് ഒരൊറ്റ നമ്പർ മാത്രം. അല്ലെങ്കിൽ ഞാൻ എന്റെ ചോയ്സിൽ നിന്നും തരുന്ന നമ്പറുകളിലേക്ക് പോകണമോ? താങ്കൾക്ക് വേണമെങ്കിൽ 4ലേക്ക് പോകാം. മധുരം മലയാളം തന്നായിരുന്നു നല്ലതായിരുന്നു. മധുരം മലയാളം താങ്കൾക്ക് ഞാൻ തന്നിരിക്കുന്നു. ഓപ്പൺ ചെയ്യാതെ തന്നെ തരുന്നു. പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ആ കാപ്പ എടുത്താൽ കൊള്ളാമെന്ന് തോന്നുന്നു. അത്ര നല്ലത് മധുരം മലയാളം. മധുരം മലയാളം തന്നിരിക്കുന്നു. അങ്ങനെ ചന്ദ്രൻ അല്ല, എന്താണ് പേര്? പ്രസാദിന് അങ്ങനെ ഞാൻ മധുരം മലയാളം എന്നുള്ള ഗെയിം കൊടുക്കുന്നു സുഹൃത്തുക്കളെ. മധുരം മലയാളം സമയം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. താങ്കളുടെ ജോലി പറഞ്ഞപ്പോഴാണ് ഭാര്യ ഔട്ടായതെങ്കിൽ താങ്കൾ എന്താണ് സത്യത്തിൽ ജോലി ചെയ്യുന്നത്? ഞാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തില് ജോലി ചെയ്യുന്നു. എന്ത് കമ്പനിയാണത്? എന്തിന്റെ വർക്കാണ് ചെയ്യുന്നത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാര്യയോട് മാറി നിൽക്കാൻ പറയും. ഭാര്യയോട് സപ്പോർട്ട് ചെയ്യുന്നു. ഭാര്യ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഭാര്യയെ എപ്പോഴും മാറ്റി നിർത്തണം നമ്മൾ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ ഭാര്യ പറയോ ഫ്രണ്ട്സുമായിട്ടുള്ള കൂട്ടുകൂടി നടക്കരുത് എന്നൊക്കെ പറയോ? ഇല്ല, പറഞ്ഞാലും
നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ? ഒത്തിരി ഉണ്ട്. എത്രയുണ്ട്? അത് എണ്ണാൻ പറ്റില്ല, എങ്കിലും ഒരു 25ഓളം കൂട്ടുകാരുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പറയൂ, താങ്കളുടെ കമ്പനിയിലെ വർക്ക് എന്താണ്? നമ്മുടെ പാറ്റ ഉണ്ടല്ലോ, പാറ്റയില്ലല്ലോ, പാറ്റ ഇല്ലാണ്ടാക്കുന്നതാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്. മൂട്ടയൊക്കെ ഉണ്ടല്ലോ. മൂട്ടയില്ലല്ലോ, എന്റെ വീട്ടിൽ മൂട്ടയില്ല, പാറ്റയില്ല. ഇതിനെയൊക്കെ കൊല്ലുന്ന ജോലിയാണ്. അയ്യോ, കൊലപാതകയാണോ നിങ്ങൾ? അതെ അതെ. അത് ശരി. അപ്പൊ അതിനെങ്ങനെയാണ് എല്ലാ വീടുകളിൽ തോറും പോയി അങ്ങനെ പാറ്റയുണ്ടോ മൂട്ടയുണ്ടോ എന്ന് ചോദിച്ചു കൊല്ലുകയാണ്? അങ്ങനെ ചോദിക്കത്തില്ല. പിന്നെ ഇങ്ങോട്ട് ചോദിച്ചു വരുന്നവർക്ക്. ഇങ്ങോട്ട് ആര് ചോദിക്കും നിങ്ങളുടെ അടുത്ത് പാറ്റയുണ്ടോ മൂട്ടയുണ്ടോന്ന്? ആൾക്കാരൊക്കെ ഉള്ളവരൊക്കെ ചോദിക്കുമല്ലോ. ഫോൺ വിളിക്കുവോ? അപ്പൊ അതെ അതെ. എങ്ങനെ വിളിക്കുമല്ലോ? എങ്ങനെ നിങ്ങളുടെ നമ്പർ എങ്ങനെ കൊടുക്കും നിങ്ങൾ? അത് ഇതിന്റെ സമയത്തിന്റെ സാധനം പോയാ പരസ്യങ്ങളായിട്ടൊക്കെ കൊടുക്കും. സമയത്തിന്റെ അല്ല, ഇവിടെ സമയം പോയി, ഇവിടെ കയ്യിന്ന് പോയി. ഓ, നന്ദി. ജയിച്ചെന്ന് തോന്നുന്നു, എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്ന്. അതെയോ? നിർത്തിയേക്കട്ടെ അപ്പൊ നമ്മുടെ പരിപാടി. എന്തായാലും വിജയ് ശ്രീലാൾ ഇതിനായി താങ്കൾ വിജയിച്ച് മുന്നോട്ട് പോകട്ടെ. എന്തായാലും വിജയിച്ചിരിക്കുന്നു താങ്കൾക്ക്. താങ്ക് യു. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ഹലോ, ഒരു മിനിറ്റ്. ഞാനത് ഇല്ലെങ്കിൽ ന്യൂസ് വായിച്ചോടുക്കും. വെൽക്കം ബാക്ക്. ആരാണ് സംസാരിക്കുന്നത്? പറയൂ. ഗായത്രി. ഗായത്രി ഇവിടെയായിരുന്നു ഇത്രയും കാലം? ഗായത്രി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഗായത്രി ദേവി എന്റെ അമ്മ കണ്ടിരുന്നോ? അത് പഴയ സിനിമയല്ലേ? ഇത് പുതിയതാണോ? ഈ ഗായത്രി പുതിയതാണോ? അല്ല, സിനിമ പഴയതല്ലേ എന്ന് വെച്ചതാ. പഴയതായാലും സംഭവം ഗായത്രി തന്നെയല്ലേ? അതെ അതെ. പറയൂ ഗായത്രി, എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. ആരുടെ ഹൗസ് വൈഫാ? ദീപേഷിന്റെ. ദീപേഷ് എന്ത് ചെയ്യുന്നു? ഇൻഷുറൻസിൽ വർക്ക് ചെയ്യണം. അയ്യോ, വിളിച്ചത് സോറി, ഞാൻ അറിയാണ്ട് വിളിച്ചു പോയതാണ്. എനിക്ക് ഇൻഷുറൻസ് വേണ്ട, എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്, എനിക്ക് വേണ്ട. ഹലോ ന്യൂസ് ടീം, ഇത് ഇൻഷുറൻസിന്റെ ഈ ടീമിന്റെ കോള് കേട്ട് ഞാൻ എന്നും ഇത് തന്നെ. എനിക്കിത് ദീപേഷ് ഉണ്ടോ അവിടെ? ഇല്ല, ആള് എന്നാ നമുക്ക് സംസാരിക്കാം. ഓക്കെ, നമ്പർ 4 എടുക്കുന്നോ, മധുരം മലയാളം എടുക്കുന്നോ, ആക്കാപ്പ എടുക്കുന്നോ, കുസൃതി ചോദ്യം എടുക്കുന്നോ? ഇതിലെ ഏറ്റവും എളുപ്പം ഏതാ? ഏറ്റവും എളുപ്പം ഏതാണെന്ന് ചോദിച്ചാൽ കോൾ ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. മധുരം മലയാളം, മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ വേണ്ടിതാ ഞാൻ വിളിക്കുന്നു ഗായത്രി ദേവി. അങ്ങനെ സമയം ഇട്ടില്ലെങ്കിൽ 4-ാം നമ്പർ അവിടെ നിൽക്കട്ടെ, അതെനിക്കൊരു ബാലൻസ് ആയിട്ട് കിടക്കാൻ വേണ്ടിട്ട് വെച്ചിരിക്കുന്നു. ടൈമർ ഇട്ടില്ലെങ്കിൽ ടോണി, ഇത് കളി വേറെ. ടൈമർ ഇടുന്നു ടോണി. അങ്ങനെ ടൈമർ ഇട്ടിരിക്കുന്നു. ഗായത്രി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. മലയാളത്തിൽ മാത്രം സംസാരിക്കുക. ദീപേഷ് എവിടെയാണ് നാട്ടിൽ? തൃശ്ശൂര്. നിങ്ങൾ എവിടെയാണ്? ഞാൻ പാലക്കാട്. അതെന്തുകൊണ്ട് നിങ്ങൾ അടുത്തടുത്തുള്ള സ്ഥലത്തല്ല? നിങ്ങൾ ഒരുമിച്ച് പഠിച്ചപ്പോൾ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണോ? അല്ല. പിന്നെ എങ്ങനെ കല്യാണം കഴിച്ചു? അത് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട്. ആരാണത് തീരുമാനം എടുത്തത്? ആ പാവത്തിന് ബുദ്ധിമുട്ടിച്ചത് ആരാണ്? ഞങ്ങള് രണ്ടുപേരുടെയും വീട്ടിലുള്ളവര്. അറേഞ്ച്ഡ് മാരേജ് ആണോ? അതെ അതെ. അറേഞ്ച്ഡ് ആയിരുന്നു? അതെ. അറേഞ്ച്ഡ് ആയതിനു ശേഷം കല്യാണത്തിന് മുമ്പ് നിങ്ങൾക്ക് ഒരു എൻഗേജ്മെന്റ് സീസൺ കിട്ടിയിരുന്നോ? കിട്ടിയിരുന്നു. എൻഗേജ്മെന്റ് സീസൺ എത്ര കാലം ഉണ്ടായിരുന്നു? 6 മാസം? 5 മാസം. 5 മാസക്കാലം നിങ്ങൾ സംസാരിച്ചതിൽ കൂടുതലും ഏട്ടാ, എന്താ, പിന്നെ വേറെന്താ, പിന്നെന്താ, ഇത് തന്നെയല്ലേ? അല്ല, ഒരു 90% അങ്ങനെയാണ് നടക്കാറ്. അല്ല. പിന്നെന്ത് സംസാരിച്ചു? കലാലയ ജീവിതങ്ങൾ. കലാലയ ജീവിതം. പിന്നെ ജോലിപരമായിട്ടുള്ള. നിങ്ങൾ വർക്ക് ചെയ്തിരുന്നോ? അപ്പോ ഞാന് ജോലി ചെയ്തിരുന്നു. എവിടെ വർക്ക് ചെയ്തിരുന്നു? ആ സമയത്ത് എവിടെ വർക്ക് ചെയ്തിരുന്നു? ഞാനൊരു വിദ്യാലയത്തിലായിരുന്നു. എന്താണ്, ടീച്ചറാണോ? അതെ, അധ്യാപികയായിരുന്നു. ഇപ്പോഴും ടീച്ചറാണോ? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. അതെന്താ ഇപ്പൊ ചെയ്യാത്തത്? ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ വീട്ടില്? എത്രാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു മക്കൾ? ഒരാളേ ഉള്ളൂ. ഒരാൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 6-ല്. 6-ാം ക്ലാസ്. ഏത് സ്കൂളില്? സുഹൃത്തുക്കളെ, വളരെ വ്യക്തമായും ശക്തമായും വിജയശ്രീലാളിതയാവേണ്ടിയിരുന്ന ഗായത്രിക്ക് ചെറിയൊരു കൈപ്പിഴ, അതിന്റെ പേരിൽ മാത്രം ഔട്ടായി പോയിരിക്കുന്നു. എന്തായാലും ഗായത്രി കൂടി ഔട്ടാകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗായത്രി ഔട്ടായിരിക്കുന്നു. സാരമില്ല, നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടുമ്പോൾ പുതിയ അവതാരത്തിന്റെ കൂടെ നമുക്കിരുന്ന് നോക്കാം. നന്നായിട്ടുണ്ട് എന്നുള്ള സംഭവം ഒരിക്കലും ഇവർ പുറത്തു വിടൂല. അത് ആ സമയമാകുമ്പോ ഇവന്മാര് കട്ട് ചെയ്യും. ഒരു ബ്രേക്കേ.
ലൈവ് കയറുമ്പോൾ പറയണേ, ലൈവ് പോകുമ്പോൾ പറയണോ എനിക്ക് ഇതെന്തിനാ ഈ ബ്രഷ് തന്നത്, എനിക്ക് ഇതല്ലല്ലോ ബ്രഷ്. വെൽക്കം ബാക്ക്. ന്യൂസ് എന്തോ ഒരു സംഭവത്തിനകത്തേക്ക് അടുത്ത ഒരു റിപ്പോർട്ടർ കൂടി ജോയിൻ ചെയ്യുന്നു. ഹലോ, നമസ്കാരം. ഹലോ സനീഷ് ചാക്യാർ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ സ്പോട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. വളരെ വ്യക്തമായി കേൾക്കാം. താങ്കളുടെ പേരെങ്ങനെയാണെന്നൊന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ താങ്കളുടെ പേരെന്ന് പറഞ്ഞാൽ താങ്കൾ എന്റെ പേര് സ്പോട്ട് സുരേഷ് ആണ്. റിപ്പോർട്ടർ സ്പോട്ട് സുരേഷിനെ ഓൺ ദ സ്പോട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മറന്നു പോകുന്നത്? ഇല്ല, മനസ്സിലാക്കുന്നു. എനിക്ക് വ്യക്തമായിട്ടും ശക്തമായിട്ടും എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു. താങ്കൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ എവിടെയാണ്? ആ സ്പോട്ടിൽ തന്നെ നിൽക്കുകയാണോ? ഞാൻ ഈ സ്പോട്ടിൽ കൃത്യമായി അവിടെ തന്നെ നിൽക്കണം. ഞാൻ ഈ സ്പോട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഈ സ്പോട്ടിലെ ഓരോരോ സംഭവങ്ങൾ സ്പോട്ടായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. സനീഷ് ചാക്യാർ, താങ്കൾ സ്പോട്ടിലുണ്ടോ? എനിക്കൊരു സെക്കൻഡ് സമയം തരൂ സ്പോട്ട്, അല്ലാണ്ട് ഞാൻ എങ്ങനെയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്? താങ്കൾ എങ്ങനെയാണ് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സംസാരിക്കും? എനിക്ക് കൂടി സംസാരിക്കാൻ മിസ്റ്റർ സുരേഷ്, ഹലോ സുരേഷ് പറയൂ, താങ്കൾ പറയൂ. ഈ സ്പോട്ടിൽ സുരേഷ്, ഞാൻ ഒന്ന് പറയട്ടെ. സുരേഷ് ഞാൻ ഒരു കാര്യം പറയട്ടെ. താങ്കൾക്ക് പറയാനുള്ളത് താങ്കൾ പറയൂ. ഈ സ്പോട്ടിൽ നടക്കുന്നത് ഓൺ ദ സ്പോട്ടായി പറയുമ്പോൾ സുരേഷേ, ഞാനൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. സുരേഷ്, ഒരൊറ്റ സെക്കൻഡ് താ എനിക്ക്. സുരേഷ് എന്താണ് സുരേഷിന്റെ ആഗമ ഉദ്ദേശം? സുരേഷ് ഇപ്പൊ സ്പോട്ടിൽ എത്ര സമയം കൊണ്ട് ആ സ്പോട്ടിലുണ്ട്? നമുക്കറിയേണ്ട ന്യൂസ് വാല്യൂ കിട്ടിയില്ല എങ്കിലും സുരേഷ് ആ നിൽക്കുന്ന സ്പോട്ടിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയൂ. അത്തരം കാര്യങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. മണിക്കൂറായിട്ട് ഞാൻ ഈ സ്പോട്ടിൽ സനീഷിന്റെ വാർത്താ വായന കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാവും. എനിക്ക് സ്പോട്ടിൽ ഉണ്ടാവുമെന്ന് എനിക്ക് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ഈ സ്പോട്ടിൽ നിന്നുള്ള വാർത്താ വിവരങ്ങൾ കൃത്യമായി അറിയിക്കാൻ പറ്റുള്ളൂ. സനീഷ് സ്പോട്ടിൽ കഴിഞ്ഞ അടുത്ത അരമണിക്കൂറിലേക്ക് ഉണ്ടാവുമോ? സുരേഷ്, ഞാനൊരു കാര്യം പറയട്ടെ. ഈ സ്ഥലത്ത് ഈ സംഹിതയിൽ തന്നെ ഞാൻ ഇനി വരുന്ന അരമണിക്കൂറല്ല 1 മണിക്കൂർ ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞിരിക്കുക. ഈ 1 മണിക്കൂർ കൊണ്ട് താങ്കൾക്ക് അവിടെ ന്യൂസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമോ, അടുത്ത നാട്ടുവാർത്തയിൽ താങ്കൾക്ക് പറയാൻ പറ്റുന്ന വാർത്തകൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിന് വളരെ വ്യക്തമായും ശക്തമായും താങ്കൾ പറയണം. സുരേഷ് പറയാനുള്ളത് പറയുമ്പോൾ അടുത്ത 1 മണിക്കൂർ ന്യൂസ് സ്പോട്ടിൽ തന്നെ ഉണ്ടാവുമെന്ന്. എന്നാൽ ഞാൻ എന്റെ സ്പോട്ടിൽ നിന്നുള്ള കൃത്യമായ വാർത്തകൾ സ്പോട്ടായി ഇപ്പോൾ ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി പറയുന്നതായിരിക്കും. സുരേഷ്, എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. സുരേഷ് ഇങ്ങനെ ചടുലമായി സംസാരിക്കുന്നുണ്ടല്ലോ. സുരേഷ് എവിടുന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. സനീഷ്, എനിക്ക് ഉറപ്പിക്കാമോ സനീഷ് അവിടെ ഉണ്ടെന്ന്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ എവിടെ പോലും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. കാര്യം ഞാൻ ഇപ്പൊ തന്നെ സനീഷിനെ അറിയിക്കാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടുന്ന് എവിടെയും പോകത്തില്ല. ഞാൻ ഈ സ്പോട്ടിൽ തന്നെ ഉണ്ടാവും. 1 അവർ, നെക്സ്റ്റ് 1 അവർ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഒരു മാറ്റവും ഇല്ല കാര്യത്തിൽ. സുരേഷ്, വിളിച്ചതിന് നന്ദി, താങ്ക് യു. എടാ എരപ്പാളി, കഴിഞ്ഞ 3 മാസമായിട്ട് 1000 ദിർഹം വാങ്ങിച്ചിട്ട് നിന്നെ വേണ്ടി പാര ഞാൻ നടക്കുകയാണ്. നീ ആ സ്പോട്ടിൽ 1 മണിക്കൂറുണ്ടല്ലോ, 2 കാലിന് നീ ഇഴഞ്ഞേ പോവുള്ളൂ. ഞാൻ ഇപ്പൊ എത്തുന്നതായിരിക്കും. 1 മണിക്കൂറിനകം ഞാൻ ഇവിടെ കോള് കട്ടാക്കി. സുരേഷ്, താങ്കൾ പറയുന്നത് ഒന്നും വ്യക്തമല്ല. സുരേഷ്, താങ്കൾ വ്യക്തമായും ശക്തമായും കറക്റ്റ് ആയിട്ട് പറയൂ. കാര്യ ഗൗരവം എടുത്തുകൊണ്ട് പറയൂ. സുരേഷ്, ഹലോ സുരേഷ്, കേൾക്കാമോ? സുരേഷ്, സ്പോട്ട് സുരേഷ് കേൾക്കുന്നുണ്ടോ? സുരേഷിന് കേൾക്കാമോ? ഹലോ. ആ കോള് കട്ടായി പോയി. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് അദ്ദേഹം ആരെയോ വിളിച്ചത് എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു. വേറെ ആരെയോ വിളിച്ചതാണ് അദ്ദേഹം അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച്. എനിക്ക് വളരെ പെട്ടെന്ന് ഇവിടുന്ന് പോകേണ്ടത് ഒരു സംഹിതയിൽ നിൽക്കുകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു കോളിലേക്ക് കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ബ്രേക്ക് പോയേ. മുഖത്ത് മൊത്തം വിളറിപ്പോയിട്ട് ആരാ വിളിച്ചതെന്നറിയില്ല. സുരേഷ് ഏതാണ്? ഫോൺ വിളിച്ചിട്ടുണ്ടല്ലോ. ഈശ്വര, ഇതവൻ തന്നെ പൈസ കൊടുക്കാനുള്ള സുരേഷ്. അവൻ സുരേഷ് അല്ലല്ലോ, മനോജ് അല്ലേ? മനോജ് സുരേഷിന്റെ പേരിൽ വിളിച്ചു. വെൽക്കം ബാക്ക് ടു ന്യൂസ് എന്തോ ഒരു സംഭവം. അപ്പോൾ എന്തായാലും ന്യൂസിന്റെ ഈ പ്രതികൂല സാഹചര്യത്തിൽ, അനുകൂല സാഹചര്യത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ന്യൂസ് എപ്പോഴും ന്യൂസായി തന്നെ നിൽക്കട്ടെ. നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്നുള്ള ഈ ന്യൂസിനെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്, മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാനുള്ളത്, നമുക്കെപ്പോഴും ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗമായിട്ടുള്ളൊരു സംഭവം കൂടിയാണ്. ന്യൂസ് എന്ന് പറയുന്നത് ഒരു സംഹിതയാണ്. എടാ ഇതെന്തുവാണ് ഇത്? ഇവിടെ ന്യൂസ് ലൈവായിട്ട് ഇന്നത്തെ വാർത്താ അവലോകനം ഇതത്തോടെ അവസാനിക്കുന്നു. വീണ്ടും കാണുന്നവരേക്കും ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ് മിസ്റ്റർ സനീഷ് ചാക്യാർ ആൻഡ് PCR-ൽ നിന്നും നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടിരുന്നത് ടോണിയും റിജിലും അതുപോലെ തന്നെ സച്ചുവേട്ടനും അതുപോലെ തന്നെ നിരഞ്ജേട്ടനും എല്ലാം ചേർന്നുള്ള ഒരു സംഹിതയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. നമ്മുടെ എല്ലാമായ നിഷാദ് കെ കാത്തിരിക്കുന്ന ഒരു പ്രവാസി മണ്ണിൽ നിന്നും വിട പറയുന്നു. ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ് സനീഷ് ചാക്യാർ ഫ്രം കളിക്കളം. കട്ടി എൻ്റെ മോനെ എത്ര സമയം പരിപാടി നടക്കൂല കേട്ടാ. ഇതെല്ലാം എടുത്തേ. ഓക്കെ വേഗം.